ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. കാരണം ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ചതാണ്, ഇപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത് കേട്ടോ. കുറച്ച് തിരക്കിലായിരുന്നു, വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല, നാട്ടിൽ പോയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ വൃശ്ചിക മാസത്തിലെ നോമ്പിന് ശേഷം ഞാൻ നോൺ വെജൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. പക്ഷേ ഇടുന്നത് ഇപ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ അത് ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞങ്ങൾ വൃശ്ചിക മാസത്തിൽ ഒരു മാസം ഇങ്ങനെ നോമ്പ് ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് നോൺ വെജ് കഴിക്കാറില്ല. അപ്പോൾ അതിന് ശേഷം ഞാനൊരു നോൺ വെജ് കഴിക്കുമ്പോൾ ബിരിയാണിയെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ഒരു വീഡിയോ, പിന്നെ എൻ്റെ ഡെയിലി റൊട്ടീനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞാൻ ഇപ്പോൾ എണീറ്റ് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഒരു കട്ടൻ ചായയും വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് എണീറ്റത്. മനഃപൂർവ്വമാണ്. എന്നും അലാറം വെച്ച് അത്യാവശ്യം നേരത്തെയൊക്കെ എണീക്കണതല്ലേ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഹോളിഡേ ആണ്, ആർക്കും പോകണ്ട. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടാണ് നീച്ച്. അപ്പോൾ അതാ ഒരു ഗ്ലാസ് വെള്ളം, എണീറ്റ് ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമുക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ. എല്ലാവരും കുടിക്കാൻ ശീലമില്ലാത്തവർ കുടിക്കുകയും വേണം കേട്ടോ. അങ്ങനെയാണല്ലോ പറയുന്നത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന്. അപ്പം അതൊരു ശീലമാണ്. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു റസ്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും കേട്ടോ. കാരണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പണികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റാവുകൊണ്ട് ഒരു കട്ടൻ ചായയോ റസ്കോ ബ്രെഡോ എന്തെങ്കിലും കഴിച്ചതിന് ശേഷമാണ് പിന്നെ പണിയിലേക്ക് കിടക്കുന്നത്. കുറേ കാലമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ നല്ലപോലെ വെയിലൊക്കെ ആയി കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ആർക്കും എവിടെയും പോവണ്ട. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ സ്ഥലത്തും ഇതുപോലെയാണ്, ലേറ്റായിട്ടാണ് എണീക്കൽ. എൻ്റെ അലക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അലക്കലെല്ലാം എൻ്റെ ഇന്നലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അലക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു റസ്ക്കും കൂടി കഴിച്ചിട്ട് പണികളിലേക്ക് കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതങ്ങോട്ട് കുടിച്ചാലും ഒരു എനർജി വരുമല്ലോ, അതാണ് കാര്യം. ഓക്കെ, ഇവിടുത്തെ ബേക്കറിയിൽ നല്ല റസ്ക് കിട്ടും കേട്ടോ. നല്ല സൂപ്പർ, അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ റസ്ക് നല്ല ടേസ്റ്റാണ്. ഞങ്ങളെപ്പോഴും അതാണ് മേടിക്കാറ്. അപ്പോൾ ഇത് അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നു കേട്ടോ. രാവിലെ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ എല്ലാവരും? അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചകലത്തെ കുറച്ച് ഹെവി. ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ വൃശ്ചിക മാസം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ചിക്കനൊക്കെ മേടിക്കുകയാണ്. വൃശ്ചിക മാസം മുഴുവനും നോൺ വെജ് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചിക്കൻ മേടിച്ചിട്ട് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ നമുക്ക് ഒരു റൈസ് അല്ലാതെ വീറ്റിൻ്റെ ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ എല്ലാവരും വളരെ ലൈറ്റായിട്ടാണ്, ഒന്നും കഴിക്കാറ് തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ എല്ലാവരും ചായ കുടിക്കലെല്ലാം കഴിഞ്ഞു കേട്ടോ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഇവിടെ കഴുകി വെച്ചതാണ്. കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മക്കൾക്ക് ഫ്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ചിവിടെ അങ്ങനെയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഉള്ളിയെല്ലാം ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഒരു പരിധി വരെ നമുക്ക് സഹായിക്കും. അതായത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കാം തൊലി കളഞ്ഞതിന് ശേഷം. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നവർക്കെല്ലാം അതൊക്കെ കുറച്ച് കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ.
പിന്നെ ഇതാ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുതിന, അതുപോലെ മല്ലിച്ചപ്പ്, അതെല്ലാം ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് വെച്ച് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കാരണം ഈ വാങ്ങുന്ന പുതിനയും മല്ലിച്ചപ്പും മല്ലിയിലയൊക്കെ അല്ലേ, മല്ലിയിലയും അതെല്ലാം ഭയങ്കര വിഷാംശമുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ തിരക്കോട് തിരക്കാണ്, വൈകി എണീറ്റാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ആ മോൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം വെച്ചതാണ്. അതും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. മോൾക്ക് ഇന്ന് കോളേജിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ കോളേജിലേക്ക് പോകുന്നതുകൊണ്ട് അവൾക്ക് കുളിച്ചിട്ട്, അതായത് നാളെ അവളുടെ കോൺവൊക്കേഷനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അവളുടെ കോളേജിൽ പോകണം. അപ്പോൾ കോൺവൊക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെ തകൃതിയിൽ പണിയെല്ലാം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ മോളുടെ കോൺവൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ മോൾക്ക് അവർക്ക് കോട്ടെല്ലാം കൊടുക്കുന്നുണ്ട് കോളേജിൽ നിന്ന്. അപ്പം അതിനു വേണ്ടി മോൾക്ക് പോകണം. ഒരു 2 മണി 2:30 ആകുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് നാളെ ഞങ്ങൾ ഫുൾ ഫാമിലി പോകണം. നാളെ കോൺവൊക്കേഷൻ ആയതുകൊണ്ട് മോൾക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്ന ദിവസം. വലിയ മോൾക്ക് BDS കംപ്ലീറ്റ് ആയി, ഡോക്ടറായി. അപ്പോൾ അങ്ങനെ ഞായറാഴ്ചയുടെ ബിസിയാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ മസാലകളെല്ലാം തിരുമ്മി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കാരണം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെക്കാം ഫ്രിഡ്ജിൽ. അങ്ങനെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും വറുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് വറുത്തെടുക്കാൻ പോവാം കേട്ടോ. ഇതാ ഇവിടെ കുക്കറിലെല്ലാം ഒരൊറ്റ വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ചോറിനുള്ളത്. അരി ബിരിയാണിക്കുള്ള ചോറ് കേട്ടോ. ചിക്കനും ഒരൊറ്റ വിസിലടിച്ച്, ഒരു വിസിലടിച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ മുന്നേയിട്ട് അത് ഓഫാക്കി. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ബിരിയാണിയെല്ലാം സെറ്റാക്കി എടുക്കാണ്ട്. അപ്പോൾ ഇതാ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ കുറച്ചായിട്ടും വറുത്തെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതവിടെ കിടന്ന് ഫ്രൈ ആവും. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ ഞാൻ വേറെ വേറെയാണ് കേട്ടോ. ചിക്കനും ബിരിയാണിയും വേറെ വേറെയാണ് വെക്കാറ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ കുറേ മുന്നേ ചാനൽ തുടങ്ങിയ ഉടനെയൊക്കെ ആയിട്ട് ഞാൻ ദം ബിരിയാണിയൊക്കെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയി കണ്ട് അതുപോലെ ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഇവിടെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. ദമ്മ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ബിരിയാണിയെല്ലാം. അപ്പോൾ ഇനി കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കിൽ നോക്കി നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡിയായി മോള് പോവാൻ നോക്കും. അപ്പോൾ വലിയ മോള് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗത്തിൽ കഴിച്ച് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ 2:30 എത്തണമെന്നും പറഞ്ഞിട്ട് അവൾ വേഗം കഴിച്ചു കേട്ടോ. പിന്നെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ മോള് കഴിച്ച് പോയി. കഴിക്കാൻ തുടങ്ങുകയാണ്. മോളും വാസറിനും കൂടിയും ഇവിടെ ഇരുന്നു. ചെറിയ മോളും വാസറിനും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് നോൺ വെജ് കഴിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശബരിമല സീസൺ ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നോമ്പെടുക്കുമ്പോൾ ആ സമയത്ത് അങ്ങ് ഫുള്ള് ഒരു മന്ത് നോമ്പ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള കുറേ ദിവസത്തിന് ശേഷമുള്ള ബിരിയാണി ഉണ്ടാക്കുകയാണെന്ന്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കോൺവൊക്കേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കുറച്ച് പാർട്സ് കൂടി ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മോളുടെ കോളേജിൽ എത്തിയതാണ്. അപ്പം ഇവിടെ കോൺവൊക്കേഷൻ നടക്കുന്ന ഈ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസമായി, കോഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. കോൺവൊക്കേഷൻ ഇപ്പോഴാണ് ഉണ്ടായത്, ഡിസംബറിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത്. സന്തോഷത്തിൽ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു കേക്കൊക്കെ ഒന്ന് മുറിച്ചു. മോളുടെ ബർത്ത്ഡേക്ക് എന്തായാലും കേക്ക് മുറിക്കലുണ്ടായില്ല. അപ്പോൾ അവൾ പറഞ്ഞു ശരി എന്നാൽ ഈ സമയത്ത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കേക്കൊക്കെ മുറിച്ചതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്.
ഇന്നത്തെ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.